പക്ഷേ നമ്മുടെ സദാനന്ദൻ മാസ്റ്റർ MP രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അത് റിപ്പോർട്ടർ ചാനലിലെ ജിമ്മി ജെയിംസ് എന്നൊരു പത്രാധിപ സമിതി അംഗത്തിനെ പറ്റി ആണ്. അദ്ദേഹത്തിൻ്റെ പദവി അവിടെ എന്താണ് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും ആ എഡിറ്റർമാരെല്ലാം കൂടി വൈകുന്നേരം ഇരുന്നിട്ട് ഈ സനാതനധർമ്മം, ദേശീയത തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുച്ഛിക്കുമല്ലോ. ആ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പുച്ഛ സമിതിയിൽപ്പെട്ട ഒരു അംഗം ആണ് ഇദ്ദേഹം. ക്രിസ്ത്യൻ അജണ്ടയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ്. ജസ്വിറ്റ് ബന്ധങ്ങൾ അല്ലേ, ഈശോ സഭയായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പല ആളുകളും അങ്ങനെയൊക്കെ ആരോപിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ അജണ്ടയുടെ ഒരു പ്രധാനപ്പെട്ട പ്രയോക്താവാണ് അദ്ദേഹം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഈ ജിമ്മി ജെയിംസ് പറഞ്ഞതായിട്ട് സദാനന്ദൻ മാസ്റ്റർ കോട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് ജിമ്മി പറഞ്ഞത്. പുതിയ പാർലമെന്റ് വന്നപ്പോൾ, അതിൻ്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഒരു കുന്തവും പിടിച്ചുകൊണ്ട് ഒരുത്തൻ മുന്നിൽ നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി ഇതാണ് ഇന്ത്യയുടെ അധികാര ചിഹ്നം. കഴിഞ്ഞ 10-40 വർഷം ഏതോ സ്റ്റോർ റൂമിൽ കിടന്ന സാധനമാണ്. ഒരു ചെങ്കോൽ. ഒരുത്തൻ ഒരു വടിയും പൊക്കിപ്പിടിച്ച് നടന്നാൽ എല്ലാവരും അത് തൊട്ടു തൊഴണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഇതേത് ചിഹ്നമാണ്? ജിമ്മി ജെയിംസ് ചോദിച്ചു എന്ന്. ഇത് സ്റ്റോർ റൂമിലൊന്നുമല്ല കിടന്നത്. ഇത് അലഹാബാദിൽ മ്യൂസിയത്തിലാണ്, നെഹ്റു മ്യൂസിയത്തിലാണ് ഇത് കിടന്നത്. അവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ഉള്ളത്. ഒരുത്തൻ എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഈ അമ്പലവാണ ദേശികർ, തിരുവാടുതുറൈ അധീനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വല്ല വിവരമുണ്ടോ? ഇതൊന്നും സവർണ ആശ്രമങ്ങളോ മഠങ്ങളോ അല്ല, പൂർണ്ണമായും ദ്രവീഡിയൻ കൾച്ചർ ഉണ്ടായിരുന്നു അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെ ആശ്രമങ്ങളും മഠങ്ങളുമാണ് ഇത്. അതല്ലാതെ ഹിന്ദു സവർണ ബ്രാഹ്മണിക്കൽ അതിൻ്റെ ഒന്നും കോപ്പൊന്നുമില്ല ഈ ചെങ്കോല്. ബുദ്ധിയും വിവരമില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് അവിടെ സ്ഥാപിക്കാനായിട്ട് ഇടവന്നതെന്ന് ഇവന് വല്ല ധാരണയുണ്ടോ? അതായത് ഇയാൾ ഒരുത്തൻ എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലെ ഏറെ ആദരിക്കുന്ന ഒരു മഠത്തിലെ തിരുവാടുതുറൈ ആധീനത്തിലെ ആചാര്യനെയാണ് ഈ ഒരുത്തൻ എന്ന് പറയുന്നത്. ഈ ബിഷപ്പിനെ പറ്റി മെത്രാനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഇവൻ എന്ത് തോന്നും? അപ്പോൾ ചൊറിയുമോ? അപ്പോൾ ഇവൻ വിവരദോഷിയുമാണ്, ഇവൻ ഈ കാണിച്ചത് വിടുവായത്വമാണെന്ന് സദാനന്ദൻ മാഷ് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാഷ് പറയുകയാണ്, ഭാരതത്തിൻ്റെ ശ്രേഷ്ഠ പൈതൃകത്തിലും സംസ്കാരത്തിലും ജിമ്മി സാർ അഭിമാനം കൊള്ളണമെന്നില്ല. പൈതൃക നിഷേധികൾക്ക് അതിന് കഴിയില്ല. ദേശസ്നേഹികളായ അനേകരുടെ ജീവാർപ്പണത്തിൻ്റെ ഫലമായി ബ്രിട്ടൻ രാജ്യം വിട്ടപ്പോൾ അധികാര കൈമാറ്റ പ്രതീകമായി നെഹ്റുവിന് ആചാരമര്യാദകളോടെ കൊടുത്തതാണ് ആ ചെങ്കോൽ. നൂറ്റാണ്ടുകളുടെ മഹിത ചരിത്രം പേറുന്ന ചെങ്കോൽ ഇയാൾക്ക് കുന്തവും വടിയുമായി, നെഹ്റു മ്യൂസിയം സ്റ്റോർ റൂമായി. ഇതിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മാഷിൻ്റെ ശരിക്കും ചങ്കിൽ കൊണ്ട് എഴുതിയിട്ടുള്ളൊരു പോസ്റ്റാണ്. ഞാനിത് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്, മുഴുവൻ വായിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഈ ചെങ്കോലിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലത്ത് മൗണ്ട് ബാറ്റൻ ഇവിടെ നിന്ന് പോകുന്ന വൈസ്രോയി, നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറൽ, അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അന്ന് നെഹ്റുവിനോട്, അധികാര കൈമാറ്റാണല്ലോ, ഞങ്ങൾ അധികാരം വിട്ടൊഴിഞ്ഞ് പോവുകയാണ്, ഇത് ചുമ്മാ പ്രസംഗിച്ചാൽ തീരില്ലല്ലോ, ഇതിനൊരു പ്രതീകവും ബിംബവും കൈമാറണ്ടേ? ഞാൻ എന്തെങ്കിലും എന്താ കൈമാറേണ്ടത്? അതിനൊരു സിസ്റ്റമൊക്കെ നിങ്ങൾക്ക്, ഇന്ത്യ വലിയ നാഗരിക അല്ലേ, പൈതൃക രാജ്യമല്ലേ, നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ടാവില്ലേ? അതെന്താണ്, എങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നെഹ്റു മറ്റേ സെക്കുലറാണല്ലോ, അപ്പോൾ അയാൾക്കറിയാത്തതുകൊണ്ട് അയാൾ രാജഗോപാലാചാര്യോട് ചോദിച്ചു, രാജാജി. അപ്പോൾ രാജാജി ആലോചിച്ചിട്ട് പറഞ്ഞു, പ്രധാനമായിട്ടും അവിടെ ചോഴന്മാരാണല്ലോ ഭരിച്ചിരുന്നത്, രാജരാജ ചോഴൻ, രാജേന്ദ്ര ചോളൻ.
രാജരാജ ചോളൻ രാജേന്ദ്ര ചോളൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ആളുകളാണോ? ഒന്നുമല്ല. അവർക്കെതിരുമായിരുന്നു. അതെ. അപ്പൊ അവര് അധികാരം കൈമാറിയുന്നത് ഇപ്പൊ രാജരാജ ചോഴന് ശേഷം രാജേന്ദ്ര ചോഴൻ വരികയാണെങ്കിൽ അധികാരം കൈമാറിയിരുന്നത് ഒരു ചെങ്കോൽ അങ്ങോട്ട് കൊടുത്തിട്ടാണ്. അത് രാജാജി ആ സമയത്ത് ഈ തിരുവാടുതുറൈ ആധീനമൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തു. രാജഗോപാലാചാരി അയ്യങ്കാരാണ് ഈ ഹെജിമണിയും ബ്രാഹ്മണിക്കലും ഒക്കെ വേണമെങ്കിൽ പറയാവുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല, കോൺഗ്രസ്സുകാരനല്ലേ. അപ്പൊ അങ്ങേര് ഈ ആധീനങ്ങളെയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കാഞ്ചീപുരത്ത് പോയിട്ട് മറ്റേ ശങ്കരാചാര്യരില്ലേ ബ്രാഹ്മണരുടെ ആള്, കാഞ്ചീപുരത്തെ ശങ്കരാചാര്യരോട് ചോദിച്ചിട്ട് ശങ്കരാചാര്യരെ ആനയിച്ചു കൊണ്ടുവന്നിട്ട് ഈ ചെങ്കോല് കൊടുക്കായിരുന്നല്ലോ. അല്ല, അദ്ദേഹം അവിടുത്തെ ദ്രാവിഡമായ ആധീനങ്ങളിൽ പ്രധാനപ്പെട്ട തിരുവാടുതുറ ആധീനത്തിൽ പോയിട്ട് അമ്പലവാണ ദേശികര് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ 5 അടി ഉയരമുള്ള സ്വർണ്ണ ചെങ്കോല് അവിടെ ബൊമ്മിടി ബംഗാരു ചെട്ടി, വലിയ ജ്വല്ലേഴ്സ് ആണല്ലോ ബൊമ്മിടി, അവരുണ്ടാക്കുന്നു. 1947 ഓഗസ്റ്റ് 14 അത് ഡൽഹിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നു. തഞ്ചാവൂർ ജില്ലയിലാണ് ഈ ആധീനം. അത് കഴിഞ്ഞ് ഈ അമ്പലവാണ ദേശികർ നെഹ്റുവിൻ്റെ വസതിയിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഭസ്മം പൂശുന്നു, അദ്ദേഹത്തിന് പീതാംബരം ഉടുപ്പിക്കുന്നു, മഞ്ഞ വസ്ത്രം. അത് കഴിഞ്ഞ് നടരാജ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ചോറ് നിവേദ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആണ് അദ്ദേഹത്തിന് ഈ അധികാര കൈമാറ്റത്തിൻ്റെ ഇതായിട്ട് ഈ ചെങ്കോൽ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബാക്കി സിസ്റ്റം ഒന്നും അറിയാത്തത് കൊണ്ട്, സനാതന ധർമ്മി അല്ലല്ലോ, അപ്പം അതുകൊണ്ട് അങ്ങേരിത് പ്രയാഗ്രാജിൽ, ഇന്നത്തെ അലഹബാദ് അന്നത്തെ അവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിക്കാനായിട്ട് കൈമാറി. അതേ ഇത് കൊള്ളില്ലാത്ത സാധനമാണ്, ഞാനിത് കളയാണെന്നൊന്നും പറഞ്ഞില്ല. മാത്രമല്ല നമ്മൾ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി വായിക്കുക, അല്ലെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് വായിക്കുമ്പോൾ നമുക്കറിയാം കശ്മീരിൽ നിന്നുള്ള പൂജാരിമാർ വന്നു അന്ന് രാവിലെ, ഓഗസ്റ്റ് 14 രാവിലെ. പാതിരക്കാണല്ലോ ഇത്. അഭിജിത്ത് മുഹൂർത്തം നോക്കിയിട്ടാണ് നെഹ്റു ചെയ്യുന്നത്. അഭിജിത്ത് മുഹൂർത്തം നോക്കിയാണ് ആ പാതിര വരുന്നത്. അപ്പോ രാവിലെ വന്നിട്ട് ആ പൂജാരിമാരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾക്ക് കിരീടധാരണം നടത്തി നെഹ്റുവിന്. എന്നിട്ട് നഗരപ്രദക്ഷിണം വേണമെന്ന് പറഞ്ഞു. കാറിൽ ഇയാള് നഗരം പ്രദക്ഷിണം നടത്തി. രാജാവ് പ്രജകളെയൊക്കെ കാണണ്ടേ. ഇതൊക്കെ ചെയ്തയാളാണ് ഈ നെഹ്റു. ആ സമയത്ത് ഈ സനാതന ധർമ്മം അനുസരിച്ചിട്ട് എന്തൊക്കെ കർമ്മം വേണമോ രാജാവാകാൻ അതൊക്കെ ചെയ്ത ആളാണ് നെഹ്റു. എന്നിട്ട് ഇതിങ്ങനെ കൊടുത്ത ചരിത്രമൊക്കെ പിന്നീട് മോദിയെ പോലുള്ള ആളുകളൊക്കെ പഴയ ഇത് ഞാൻ ഇതിൽ കുറേ അമ്പലവാണ ദേശികരുടെ കാര്യമൊക്കെ പറഞ്ഞത് അന്ന് ഇത് ലണ്ടൻ ടൈംസിൽ വന്ന കാര്യമൊക്കെയാണ്. അപ്പോൾ അന്ന് ഈ ഇങ്ങനെ ആ മ്യൂസിയത്തിൽ കിടക്കുന്ന സംഗതി ഇത് കണ്ടു, അവിടെ പോയി അന്വേഷിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഇത് അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആളുകളെ അങ്ങോട്ട് അയച്ചിട്ട്, പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ അയച്ചിട്ട് ചില സാധനമൊക്കെ അവർ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സംഗതി എടുത്തിട്ട് നമ്മൾ പുതിയ പാർലമെന്റ് വരുമ്പോൾ ആ അധികാര കൈമാറ്റം ബ്രിട്ടൻ ഈ പ്രയാഗ്രാജിലെ മ്യൂസിയത്തിന് അന്ന് നെഹ്റു മ്യൂസിയം എന്ന് പേരുണ്ട്. അത് പേരില്ല, അത് പിന്നെ വരുന്ന അത് പഴയ അവരുടെ ആനന്ദ ഭവന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണല്ലോ. അപ്പൊ പിന്നെ കൊണ്ടുവരുന്നു. മോദിയും എല്ലാം ഇത് കണ്ടെടുത്തിട്ട് വീണ്ടും ഈ ആധീനത്തിൽ നിന്നുള്ളവരെ അല്ലേ കൊണ്ടുവരുന്നു. അവിടുന്ന് തന്നെ അണ്ണാമല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അണ്ണാമല ബ്രാഹ്മൺ ഹെജിമണിയുടെ ഒന്നും ആളല്ലോ. അതെ. അപ്പൊ അങ്ങനെ അവിടെ 10-20 ആധീനങ്ങൾ മുഴുവൻ ഈ പിന്നാക്കാരുടെയൊക്കെയാണ്, ശൈവ ആധീനങ്ങളാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നു. അതവിടെ അതിനർഹമായ സ്ഥാനത്ത് ഈ ചെങ്കോൽ ബ്രിട്ടൻ തന്നാണല്ലോ. ജിമ്മി ജെയിംസിന്റെ ആളുകളല്ലേ ബ്രിട്ടൻ എന്ന് പറഞ്ഞാല് അല്ലേ. പക്ഷെ അവർ പ്രൊട്ടസ്റ്റന്റുകാരായതുകൊണ്ട്, പ്രൊട്ടസ്റ്റന്റ് മതം ഔദ്യോഗിക മതമായിട്ട് സ്വീകരിച്ചത് കൊണ്ട് ചിലപ്പോൾ ജിമ്മിക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. എന്നാലും അവർ കൊടുത്താണല്ലോ, മൗണ്ട് ബാറ്റൻ കൊടുത്താണ് അധികാര കൈമാറ്റത്തിന്റെ ഈ ദണ്ട്. ആ ദണ്ട് അവിടെ സ്ഥാപിച്ചു.
അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നേ. ആ തീർച്ചയായും സംസ്കാരം ഈ ജിമ്മി ജെയിംസിനെ പോയിട്ടുള്ള വിവരദോഷികൾക്ക് ആ സംസ്കാരത്തിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോഴും ബ്രിട്ടൻ ഇവിടെ ഭരിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇവരെ. അതുകൊണ്ടായിരിക്കും ഈ ജിമ്മി ജെയിംസിനെ പോലുള്ള ആളുകളുടെ ഈ മനോഭാവത്തിനെ പറ്റി എന്താ മാഷിനെ തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം സാറേ, ഈ പുതിയ തലമുറയിലെ സാറിൻ്റെ ഒന്നും തലമുറയിലെ മാധ്യമ പ്രവർത്തനമല്ല പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം. പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തകന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു ദേശീയ ബോധമുണ്ട്, സാംസ്കാരിക ബോധമുണ്ട്, ചരിത്ര ബോധമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്. അതിൻ്റെ ഒന്നും 7 അയലത്തൂടെ പോയവരല്ല സാർ ഇവർ. ഇപ്പോൾ ആകെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാചകം അടിക്കുകയും ഈ വേറൊരാളുടെ കമന്റ് ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികൾക്ക് ഇടുന്ന പേര് ടിപ്പുന്നും ജിമ്മിന്നും ആണെന്ന്. അത് പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പലതരത്തിലുള്ള വിരോധമുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഈ ജിമ്മിയുടെ പേര് സാറിൻ്റെ 2-3 ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള റീഡിംഗ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സംസ്കാരത്തിന് എതിരായുള്ള വർത്തമാനങ്ങൾ ഏത് ജനറേഷനിൽപ്പെട്ട മാധ്യമ പ്രവർത്തകർ പറഞ്ഞാലും തിരിച്ചും പറയും. ചോദിക്കുമ്പോൾ സാറ് ചോദിക്കുന്നത് പോലെ ചങ്കിൽ കൊള്ളുന്ന ചോദ്യങ്ങൾ തിരിച്ചും ചോദിക്കും. ഇപ്പോൾ ജിമ്മിയെ എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രതീകമായി നിൽക്കുന്ന എല്ലാ അർത്ഥത്തിലും അജ്ഞാനത്തിൻ്റെയും ഈ അടിസ്ഥാന രഹിതമായ ബോധ്യമില്ലായ്മയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ എനിക്കറിയാത്തൊന്നും അജ്ഞാന തിമിരാന്തത എന്ന് പറയാം. രണ്ടും ചേർത്തതാണ്. അപ്പോൾ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. അതിനെ അല്ലാത്ത രീതിയിലും കാണാം. സാറ് എല്ലാം ഇപ്പോൾ നമ്മളൊരു സ്വത്വത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ ഹൈന്ദവമായി കാണുന്നു. ഹൈന്ദവമായ എന്തിനേയും എതിർക്കുക എന്നൊരു സമീപനം നമ്മുടെ മാധ്യമങ്ങൾ പോലും സ്വീകരിക്കുന്നു. മാധ്യമങ്ങളുടെയൊക്കെ ന്യൂസ് റൂമിൽ ഇരുന്നുകൊണ്ട് ഘോരം ഈ ഭാരതീയ സംസ്കാരത്തിനെതിരായി ഉദ്ഘോഷങ്ങൾ നടത്തുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഏർപ്പാട്. പറഞ്ഞത് നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. മലയാള മനോരമ 26 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായി താഴ്ന്നിട്ടുണ്ട്. കോപ്പിയല്ലേ? പിന്നല്ലാതെ പഠിക്കേണ്ടവർ പഠിച്ചാൽ നല്ലതാണ്. ഒന്ന്. ഈ രണ്ടാമത്തെ കാര്യം സാർ, ഇപ്പോൾ സാറ് പറഞ്ഞൊരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആരുടേതാണ് ചെങ്കോൽ എന്ന ചോദ്യം ഉണ്ടല്ലോ. ആരാണ് ഇത് ഏൽപ്പിച്ചു കൊടുത്തത്? ബ്രിട്ടീഷുകാരുടെ ഭരണം ഞങ്ങളുടെ ഭരണമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന വലിയ തോതിലുള്ള ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വികാരം ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. സാറിന് കൃത്യമായിട്ട് അറിയാവുന്ന അന്തിക്രിസ്തുവാണ് ഗാന്ധി എന്ന് പറഞ്ഞിരുന്നല്ലോ. അന്തിക്രിസ്തുവാണ് ഗാന്ധി എന്ന് പറഞ്ഞിരുന്നു. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, സാറിന് നല്ല താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയാണ്. മലബാർ കലാപം ആദ്യം തുടങ്ങിയത് തൃശ്ശൂരാണ്. സാറിന് അറിയാം. ആര് തമ്മിലായിരുന്നു കലാപം? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലായിരുന്നു കലാപം. ഞങ്ങളുടെ ഭരണത്തിനെതിരെ എതിർക്കുന്നവൻ ആരടാ? അന്ന് AR നായരും കൂട്ടരും എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ മാപ്പിളമാരെയൊക്കെ കൊണ്ടുവന്നാണ് മറ്റവർക്കിട്ട് അടി കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അല്ല, അതതിൻ്റെ ഒരു ആദ്യത്തെ എപ്പിസോഡാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ AR മേനോനെ പോലുള്ള ദേശസ്നേഹികളായ മനുഷ്യന്മാർ രാജ്യത്ത് നല്ല കോൺഗ്രസിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭരണത്തെ എതിർക്കുന്നവൻ ആരടാന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ ഒരു ക്രിസ്ത്യാനി ഇവിടെ ഉണ്ട്. ദേശീയ തലത്തിലെടുക്കുമ്പോൾ ദേശാഭിമാന പ്രേരിതരായിട്ട് ഈ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം എടുത്താൽ നമ്മൾ ഒരു കൈ തികയില്ല. അങ്ങനെ എടുക്കുന്നവർ തന്നെ പല താല്പര്യങ്ങൾ, ആനി ബസന്റ് വേറെ താല്പര്യങ്ങളുടെ പേരിൽ നിന്നു പിന്നീട് അവർ വിട്ടുപോയി. ഇപ്പോൾ ഇപ്പുറത്ത് ഈ ആനി മസ്കരീൻ വരെയുള്ളവരെ എടുക്കുമ്പോൾ വളരെ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായി തോന്നിയുള്ള ഒരു പേര് ജോർജ് ജോസഫിൻ്റെ പേരാണ്. അത് സാറിന് കൂടുതൽ പേരുകൾ നമ്മളിപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ക്രിസ്ത്യാനികളുടെ പേര് അധികമൊന്നും ഓർക്കാനില്ല നമുക്ക്. അതെന്തുകൊണ്ട്? ക്രിസ്ത്യാനികളുടെ ഭരണമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണമെന്ന് വിശ്വസിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെ മാനസികമായി ദേശീയ പ്രസ്ഥാനത്തിനെതിരായി നിന്നൊരു പാരമ്പര്യം അവർക്കുണ്ട്. എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്, അതുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാർ പോയത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് തന്നെ സങ്കടകരമായി പോയി എന്ന് പറയുന്നൊരു കൂട്ടത്തിലാണ് ജിമ്മി ജെയിംസിനെ പോലുള്ളവർ എന്ന് വായിച്ചാൽ തെറ്റല്ല. പിന്നെ ഈ കാര്യം ആലോചിച്ച് നോക്കൂ. ഏറ്റവും ചുരുങ്ങിയത് മലയാളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ചങ്ങാതിമാർ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, മലയാള ഭാഷാപിതാവായ എഴുത്തച്ഛൻ പഠിച്ച മണ്ണാണ് ഈ തഞ്ചാവൂർ. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, തഞ്ചാവൂരിലെ ആധീനങ്ങളിൽ അറിവാളരേ ഉള്ളൂ. അവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും ഈ പറഞ്ഞ ശൂദ്രനൊന്നുമില്ല, അറിവാളരേ ഉള്ളൂ. അറിവുള്ളവനൊക്കെ പണ്ഡിതന്മാരാണ്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പോയിട്ടാണ് അദ്ദേഹം സൗജന്യമായിട്ട് അവിടെ പോയി പഠിച്ചത്. പഠിക്കാൻ അക്കാലത്ത് ഇവിടുത്തെ പ്രശ്നം ഇതായിരുന്നു. ഇവിടെ ഈ സാധനം ഉണ്ടായിരുന്നു. ബ്രാഹ്മണന്മാരുടെ ആധീനങ്ങളിൽ അന്ന് ബ്രാഹ്മണന്മാരുടെ എഴുത്തുപള്ളിക്കൂടങ്ങളിലൊന്നും ഇവർക്ക് പ്രവേശനമില്ല. ശൂദ്രനാണല്ലോ ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് മലയാള ഭാഷാപിതാവിനോട് തഞ്ചാവൂർക്കാർ കാണിച്ചൊരു പാരമ്പര്യമെങ്കിലും അറിയണമായിരുന്നു. 2, തഞ്ചാവൂരിൻ്റെ പാരമ്പര്യം ഒട്ടുമേ തന്നെ ബ്രാഹ്മണ്യമല്ല, ബ്രാഹ്മണിക്കലല്ല എന്നറിയണമായിരുന്നു. കടുത്ത ഒരു വേണമെങ്കിൽ ഈ ആ കാഞ്ചീപുരം ആ ഭാഗം എന്നൊക്കെ പറഞ്ഞ അദ്വൈതത്തിനെ തന്നെ വിശിഷ്ടാദ്വൈതം എന്ന് പറഞ്ഞിട്ടൊക്കെ പരിഷ്കരിച്ച ആളുകളാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ഈ പിന്നാക്ക ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് രാമായണത്തെ
കമ്പനി റീറൈറ്റ് ചെയ്തൊരു അട്ടിമറിച്ച ഒരുപാട് പാരമ്പര്യമുണ്ട്. എന്തായാലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് തമിഴ്നാടും തമിഴ്നാട്ടിൽ നിന്ന് വന്ന കൾച്ചറും. ഒരു പരിധി കൂടി കടന്നാൽ സംസ്കൃതത്തെക്കാൾ ക്ലാസിക് ആയിട്ടുള്ള പഴക്കമുള്ള ലാംഗ്വേജുമാണ് തമിഴിലെ. അതുകൊണ്ട് സാറേ, ഇവർക്ക് ഈ BJP ഭരണം എന്ന് പറഞ്ഞാൽ സവർണാധിപത്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാടടച്ചൊരു വെടിവെക്കലുണ്ടല്ലോ. ഇവർക്ക് നരേന്ദ്രമോദിയുടെ ഒരു സ്വത്വം മനസ്സിലായിട്ടില്ല, ഇവർക്ക് ദ്രൗപദി മുർമുവിനെ മനസ്സിലായിട്ടില്ല. ഇവർക്ക് എന്തിനേറെ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ദാക്ഷായണി വേലായുധൻ എന്നൊരു പേര് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ അതിൻ്റെ പോലും വില മനസ്സിലായിട്ടില്ല. നമ്മുടെ ഈ കിരീടധാരണം ഉണ്ടല്ലോ, എന്താ പറയുക, ചെങ്കോല് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സാക്ഷാൽ നെഹ്റു പോലും, ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങളുടെ സൂക്ഷ്മതയിൽ എനിക്കും അറിയില്ല, നെഹ്റു പോലും ഈ പറഞ്ഞ സകല ആചാരങ്ങൾക്കും കീഴ്പ്പെട്ട് ഒരു ഭാരതീയമായ സംസ്കാരത്തിൻ്റെ സകല പ്രതീകങ്ങളും സ്വയം ഏറ്റുവാങ്ങി ആദരപൂർവ്വം കണ്ട ഒരാളാണ്. ആ നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ സകല ആചാരങ്ങളെയും അനാവശ്യമായി ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരം, ഈ ചെങ്കോലിൻ്റെ സംസ്കാരം, തഞ്ചാവൂരിലെ ആദീനങ്ങളിലെ അറിവാളന്മാരുടെ സംസ്കാരം, ആ സംസ്കാരമൊന്നും മനസ്സിലാക്കാതെ പ്രൈമറിയായി ഒരു കേരളത്തിലെ മലയാളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനായി നിൽക്കാനുള്ള പ്രാഥമികമായ അദ്ദേഹത്തിൻ്റെ അന്തസ്സുണ്ടല്ലോ, അവകാശം എന്ന് ഞാൻ പറയുന്നില്ല, അത് ഏഷ്യാനെറ്റ് മുതലാളി നിയമിച്ചാൽ അദ്ദേഹത്തിന് പണിയെടുക്കാം. പ്രാഥമികമായി മലയാളത്തിൻ്റെ അന്തസ്സിനെയാണ് ജിമ്മി ജോർജ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ജിമ്മി ജെയിംസ്, അയ്യോ ജിമ്മി ജോർജ് വലിയൊരു മനുഷ്യനാണ്, കായിക താരം. ഇപ്പോൾ അതുകൊണ്ട് ജിമ്മി ജെയിംസ് ചോദ്യം ചെയ്യുന്നത് മലയാളത്തെ അപമാനിക്കരുത് ദയവായി, അറിയില്ലെങ്കിൽ വായടച്ചിരുന്നോണം എന്ന് വേണം നമുക്ക് തൽക്കാലം ഏറ്റവും ചുരുക്കി ഏറ്റവും മിതമായ ഭാഷയിൽ അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഞാൻ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയൊക്കെ ആയ ഈ ജിമ്മി ജെയിംസിന് വിവാഹം ചെയ്യുമ്പോൾ ഒരു ഹിന്ദുവിനെ വേണ്ടി വന്നു. നമസ്കാരം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.